ഇപ്പോൾ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എം സ്വരാജ് ടെലിഫോൺ ലൈനുണ്ട്. സ്വരാജ്, ഞങ്ങളിപ്പോൾ സംസാരിച്ചപ്പോൾ കേരളത്തിൻ്റെ ഒരു പോരാട്ടത്തിൽ, കേരളത്തിന് വേണ്ടിയുള്ളൊരു പൊതുശബ്ദത്തിൽ ദില്ലിയിൽ ഏറ്റവും അധികം നിലയുറപ്പിച്ച, നിലപാടെടുത്ത, ആ സമരത്തിനൊപ്പമൊക്കെ നിന്നിട്ടുള്ള സീതാറാം യെച്ചൂരിയെക്കുറിച്ചാണ്. ഫെഡറലിസത്തിൻ്റെ ഏറ്റവും കരുത്തനായ വക്താവ്, അതുപോലെ തന്നെ മതനിരപേക്ഷ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യക്ക് വേണ്ടി വളരെ ശക്തമായ നിലപാടെടുത്ത നേതാവ്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ നേതൃപരമായ പങ്കുവഹിച്ച ഒരു വലിയ നേതാവിൻ്റെ വിയോഗം എന്ന നിലയ്ക്കാണോ സീതാറാം യെച്ചൂരിയുടെ ഈ മരണവാർത്ത വരുമ്പോൾ സ്വരാജ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ കാണുന്നത്? തീർച്ചയായും സീതാറാം യെച്ചൂരിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഇതിനോടകം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ തന്നെ സീതാറാം യെച്ചൂരി എന്തായിരുന്നു എന്നത് വ്യക്തമാവുന്നുണ്ട്. CPIഎമ്മിനോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനോ മാത്രമല്ല സീതാറാം യെച്ചൂരിയുടെ വിയോഗം മൂലം നഷ്ടമുണ്ടായിട്ടുള്ളത്. നിങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള നഷ്ടം എന്ന പോലെ തന്നെ മതനിരപേക്ഷ ഇന്ത്യയുടെ നഷ്ടമാണ് സീതാറാം യെച്ചൂരി, അദ്ദേഹത്തിന്റെ വിയോഗം. ഒപ്പം നമ്മുടെ രാജ്യത്തെ ഇന്ത്യ മുന്നണി രൂപവൽക്കരിക്കുന്നതിലും മുന്നണിക്ക് ദിശാബോധം നൽകുന്നതിലും സുപ്രധാനമായ പങ്കുവഹിച്ച നേതാവായിരുന്നു യെച്ചൂരി. അതോടൊപ്പം ഒന്നാം UPA സർക്കാരിനെ മുൻപോട്ട് നയിച്ച പൊതു മിനിമം പരിപാടിയുടെ ശില്പികളിൽ പ്രധാനി യെച്ചൂരിയായിരുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ, നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയെയാണ് ഇന്ന് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചു നാളായി കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളം നേരിടുന്ന വിവിധ തരത്തിലുള്ള ആക്രമണങ്ങളുണ്ട്. അതിനെതിരായ പോരാട്ടത്തിന്റെ മുന്നിലും ഇത്തരം കാര്യങ്ങൾ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഫെഡറലിസം സംരക്ഷിക്കുന്നതിനു വേണ്ടി എല്ലാവരെയും ഒരുമിപ്പിച്ച് അണിനിരത്തുന്നതിനുമെല്ലാം കനപ്പെട്ട സംഭാവനകളാണ് സീതാറാം യെച്ചൂരി നൽകിയിട്ടുള്ളത്. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയത്തിന് നൽകിയ അതുല്യനായ നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി രോഗബാധിതനായി ആശുപത്രിയിലായിരുന്നെങ്കിലും അതിന് തൊട്ടു മുമ്പ് വരെ പൂർണ്ണാരോഗ്യവാനായി ഊർജ്ജസ്വലമായ നേതൃത്വം ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നൽകിയിരുന്ന നേതാവാണ്. അതിനുശേഷമാണ് പെട്ടെന്ന് ആരോഗ്യനില വഷളാവുകയും അദ്ദേഹം ഇപ്പോൾ നമ്മെ വിട്ടുപിരിയുകയും ചെയ്തിട്ടുണ്ട്. അർത്ഥത്തിൽ അപ്രതീക്ഷിതമായ ഒരു വേർപാട് കൂടിയാണ് സീതാറാം യെച്ചൂരിയുടേത്. നന്ദി ശ്രീ സ്വരാജ്. അദ്ദേഹത്തിൻ്റെ, സീതാറാം യെച്ചൂരിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയമായ, നേതൃപരമായ വലിയ സംഭാവനകളെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് സ്വരാജ് ഇക്കാര്യത്തിൽ ഇപ്പോൾ സംസാരിച്ചത്.